പ്രവാസലോകത്തെ വാർത്തകൾ. സൗദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ആക്രമണം നടത്തിയതെന്ന് സൂചന. ഇറാൻ-US സമാധാന ചർച്ച പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെ റിയാദിലെ എണ്ണ ശുദ്ധീകരണ ശാലകൾ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം. ഇറാഖിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ആക്രമണം നടത്തിയതെന്നും എല്ലാ ഡ്രോണുകളും വെടിവെച്ചിട്ടെന്നും സൗദി സേന അറിയിച്ചു. ചെങ്കടലിൽ സൗദിയുടെ എണ്ണക്കപ്പലിന് നേരെ മിസൈലുകൾ തൊടുത്തതായി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ അവകാശപ്പെട്ടു. ഇറാൻ വിരുദ്ധരായ കുർദുകളുടെ വടക്കൻ ഇറാഖിലെ താവളങ്ങൾക്ക് നേരെ തുടർച്ചയായ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി ഇറാഖ് വ്യക്തമാക്കി. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിച്ച 6 കപ്പലുകളെ മടക്കി അയച്ചെന്ന് ഇറാൻ സേന അറിയിച്ചു. 2 ആഴ്ച നീണ്ട ഇറാനിലെ US ആക്രമണം ട്രംപ് നിർത്തിവെച്ചത് സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് US അവകാശപ്പെട്ടു. എന്നാൽ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു. മധ്യസ്ഥരായ ഖത്തറും പാകിസ്ഥാനും സജീവമായി രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യാൻ ഇനി മുൻകൂർ അനുമതി നിർബന്ധം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, കമ്പനികൾ, ഭക്ഷണ വിൽപ്പനക്കാർ എന്നിവരുൾപ്പെടെയുള്ളവർക്ക് ഈ നിയമം ബാധകമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെയോ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യുന്നതിനും പ്രമോട്ട് ചെയ്യുന്നതിനും മുൻകൂർ അനുമതി വാങ്ങണമെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ കർശന നിർദ്ദേശം നൽകി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, കമ്പനികൾ, ഭക്ഷണ വിൽപ്പനക്കാർ എന്നിവരുൾപ്പെടെയുള്ളവർക്ക് ഈ നിയമം ബാധകമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ രജിസ്ട്രേഷനും അവയുടെ പരസ്യ പ്രമോഷനുകളും സംബന്ധിച്ച ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം പുറത്തിറക്കിയത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, കമ്പനികൾ, സ്ഥാപനങ്ങൾ, പരസ്യ ഏജൻസികൾ, ഇൻഫ്ലുവൻസർമാർ എന്നിവരുൾപ്പെടെ ഭക്ഷ്യോൽപ്പന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ഈ നിർദ്ദേശം ബാധകമായിരിക്കും. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കസ്റ്റംസ് നടപടികൾ വേഗത്തിലാക്കാൻ ദുബായ്. 2 പ്രധാന പദ്ധതികളുടെ പരീക്ഷണഘട്ടം പുരോഗമിക്കുകയാണ്. കസ്റ്റംസ് മേഖലയിൽ AI സാങ്കേതികവിദ്യ വ്യാപകമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി. ദുബായിയെ ആഗോള വ്യാപാര ലോജിസ്റ്റിക്സ് കേന്ദ്രമായി മാറ്റുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണിത്. AI സാങ്കേതികവിദ്യകൾ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള UAEയുടെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ കാഴ്ചപ്പാടിന് അനുസൃതമായാണ് പദ്ധതിയെന്ന് അതോറിറ്റി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി 2 പ്രധാന പദ്ധതികളുടെ പരീക്ഷണഘട്ടം ദുബായ് കസ്റ്റംസ് പുരോഗമിക്കുകയാണ്. ഒക്ടയാണ് ആദ്യത്തേത്. വിവരശേഖരണത്തിനും വിശകലനത്തിനുമുള്ള എന്റർപ്രൈസസ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമാണിത്. വിവരങ്ങൾ കാര്യക്ഷമമായി വിശകലനം ചെയ്ത് നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും നയങ്ങളും നടപടിക്രമങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. അഡ്വാൻസ് കാർഗോ ഇൻഫർമേഷൻ സിസ്റ്റമാണ് മറ്റൊന്ന്. ചരക്കുകൾ എത്തുന്നതിന് മുമ്പ് തന്നെ അവയുടെ വിവരങ്ങൾ AI ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്ന സംവിധാനം അപകട സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിയാനും കസ്റ്റംസ് പരിശോധനകൾ കൂടുതൽ സുഗമമാക്കാനും ഇതിലൂടെ സാധിക്കും. AI സാങ്കേതിക വിദ്യകളിലെ നിക്ഷേപം ദുബായിയുടെ സമ്പദ് വ്യവസ്ഥയുടെയും വ്യാപാരത്തിന്റെയും ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്ന് ദുബായ് കസ്റ്റംസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അബ്ദുല്ല ബുസൈനാദ് പറഞ്ഞു. വ്യാപാരികൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കസ്റ്റംസ് മേഖലയെ കൂടുതൽ സജ്ജമാക്കാനുമാണ് ഓരോ സ്മാർട്ട് പദ്ധതിയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.